ലില്ലിപ്പെണ്ണിന്റെ സ്വഭാവത്തിൽ മൊത്തത്തിലൊരു മാറ്റം. ആ കറക്റ്റ്. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു, ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നു, എന്തൊക്കെയോ ഒരു താറുമാറുകൾ ഫീൽ ചെയ്യുന്നു. ബാധ കൂടിയതായിരിക്കൂടാ. നിങ്ങൾ സാധാരണക്കാർ ഇതിനെ ബാധ കയറി ചാത്തം കെടി എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ സൈക്കാട്രിസ്റ്റ് ഭാഷയിൽ പറയുമ്പോൾ മാനിപ്പുലേഷൻ ഓഫ് ഡിസോർഡർ, അതാണ് സംഭവം. നിനക്കൊന്ന് പോകാവോ? ദൈവത്തെ ഓർത്തൊന്ന് പോകും. ഞാൻ ഈ കണക്കൊന്ന് കൂട്ടിക്കോട്ടെ. 75 രൂപ കൂടുതൽ അയാൾ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. ഒന്ന് ഞാൻ അയാളുടെ കൊള്ളക്കാണ്. സീരിയസ് ആയിട്ട് ഒരു കാര്യം വരുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ചാലേ. നീ എന്നാ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ടോ? വെള്ളം എടുത്തരാൻ ഞാൻ നിങ്ങളെ സപ്ലയറോ? എന്റെ കുഞ്ഞുമ്പക്കൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് സുഹൃത്തെ ഞാൻ വന്ന് സീരിയസ് ആയിട്ട് സംസാരിച്ചത്. ഇങ്ങോട്ട് വന്നേ. 42. ഞാൻ പറഞ്ഞ കാര്യം ഉറപ്പിക്കാൻ വാ. ലില്ലിപ്പെണ്ണ് കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? അടിക്കോ അടിക്കോ. കണ്ടോ കണ്ടോ. അയ്യോ, ഗ്യാസ് പൂട്ടാൻ മറന്നുപോയി. ഗ്യാസ് പൂട്ടിട്ട് വരാവേ. കണ്ടോ മൊത്തത്തിൽ ഒരു താളപ്പുഴ കണ്ടോ. ഇതാ എനിക്ക് തോന്നിയത്. ഇത് വശപ്പശകാണ്. വെറുതെ കരഞ്ഞു പോള ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ലില്ലിപ്പെണ്ണ് അറിയരുത് ലില്ലിപ്പെണ്ണ് രോഗിയായി മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യം. അറിയാതെ വേണം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ. നമുക്ക് എന്തിങ്ങനെ വരാനാവോ? കുഴപ്പമില്ല. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമുക്ക് സഞ്ചരിച്ച് ലില്ലിപ്പെണ്ണ് നേരെ കൊണ്ടുവരാം. ഞാൻ ഉണ്ടല്ലോ ഇവിടെ. അയ്യോ, പാവ ഇവർക്കാണെന്നാണല്ലോ തോന്നുന്നു. എന്താടി? എന്താ ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു പറഞ്ഞില്ലേ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്നേ. അപ്പൊ ശരിക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നടന്നപ്പോ ഒരു പാത്രം വീഴുന്ന ശബ്ദം കേട്ടെ. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ചേച്ചാ ഒരു മുട്ടക്കാട്ടം പാമ്പ് ഇവിടെ. സത്യം ചേച്ചി, ഇവിടെ നിന്ന് ഈ ഇതിലെ കൂടെ അങ്ങ് ഇഴഞ്ഞു പോണ. അല്ല പോയി അങ്ങോട്ട്. ഇവിടെ ഒന്നും ഇല്ല. പിന്നെ പാമ്പ് അവിടെ കിടക്കൂ. ഇഴഞ്ഞ് അങ്ങോട്ട് പോയെന്നാ പറമ്പിലോട്ട്. വലിയ പാമ്പ്. ഒന്നാമത്തെ ഈ ജനലൊക്കെ തുറന്നിട്ടിട്ട് നീ എന്തിനാ ഉമ്മറത്തോട്ടൊക്കെ വരുന്നത്? ഫസ്റ്റ് അടുക്കള തുറന്ന് വളർത്തിട്ടാണ് നാളെ ഇവിടെ വന്ന് അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? ഗ്യാസ് ഓഫ് ചെയ്തെന്ന് പറഞ്ഞ് ഇപ്പൊ ഓഫ് ചെയ്തില്ല. അല്ല, ഓഫ് ചെയ്തില്ലെന്ന് ഓർത്തല്ലേ ഓടിയത്. ഓഫ് ചെയ്തായിരുന്നു. അതുകൊണ്ടല്ലേ പാമ്പിനെ കണ്ടത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ പക്ഷെ പേടിച്ചു പോയി. ഞാനാടെ പണിയൊക്കെ തീർത്തിട്ട് ഒന്ന് ഉറങ്ങാൻ പോവായിരുന്നു. ഉറങ്ങുന്നില്ല. ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം ചേച്ചി. ഇപ്പഴാ? ഞാനൊരു ഡാൻസ് പഠിച്ചോണ്ടിരിക്കായിരുന്നു. നോക്കട്ടെ. എന്തൊക്കെയോ ഒരു വശപ്പശകില്ലേ, ഒരു ചെറിയ താളം തെറ്റൽ പോലെ.